ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കണേ റംലാൻ വ്ളോഗ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല റംലാൻ വ്ളോഗ്. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് ചെയ്യണമെന്ന്, ഒന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ അതിന് പറ്റിയൊരു ദിവസവും കിട്ടിയിട്ടില്ല, പക്ഷേ നമുക്ക് ടൈം കിട്ടിയിട്ടില്ല. അതാണ് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കൊരു റംലാൻ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു റംലാൻ ഡേ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എത്രത്തോളം എനിക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. മാക്സിമം ഞാൻ കവർ ചെയ്തതിന് ശേഷം വീഡിയോ ചെയ്യാം. അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ രാവിലെ തന്നെ എല്ലാ 10 മണിയും വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ കളറും ഉണ്ടെന്ന് തോന്നുന്നു. റെഡ് ഇല്ല, ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കളറും ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളുടെ കയ്യിൽ കിട്ടുന്ന എല്ലാ തൈയും കൊണ്ടുവന്ന് കളക്ട് ചെയ്താണ് ഇപ്പോൾ എല്ലാ കളറും നമ്മുടെ കയ്യിലായത്. നമ്മുടെ വീട്ടിലൊരു വല പോലത്തേക്കൊരു ചില ചെടികളുണ്ടാവില്ലേ, അതേപോലെ ഇരിക്കണ ഒരു പുഴു കേട്ടോ. നല്ല ഭംഗിയുണ്ട്, കാരണം അതിൻ്റെ മുകളിലൊക്കെ വയലറ്റ് വരയൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ അങ്ങനെ ചില്ലകൾ പോലെ ഇങ്ങനെ മുള്ളായിട്ടാണ് അത് വിരിഞ്ഞിക്കണ. നല്ല ഭംഗിയുണ്ട്, തൊട്ടാലറിയാൻ പറ്റും ഇത് എങ്ങനെയുള്ള ഐറ്റം ഒന്ന്. പക്ഷെ ഞങ്ങൾ തൊടല്ല. അപ്പോൾ ഇന്ന് എനിക്ക് ഞങ്ങളുടെ ബാത്റൂമിൻ്റെ സൈഡിലായിട്ട് കുറച്ച് വരക്കാനുണ്ടായി കേട്ടോ. അവിടെ എപ്പോഴും നമ്മൾ കൈയൊക്കെ പിടിക്കണ കാരണം, ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കൈയൊക്കെ പിടിക്കണ കാരണം അവിടെ ചീത്തയായിരിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ എന്തെങ്കിലും കളേഴ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു, എന്തെങ്കിലും സെപ്പറേറ്റായിട്ട് വരക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് നേരം ഇറങ്ങി കേട്ടോ. അത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അപ്പോഴേക്കും ഒരു നേരമായി. ഇനിയിപ്പോൾ ഉച്ചക്കലത്തെ പരിപാടി തുടങ്ങണം. അപ്പോൾ ഇന്ന് നമുക്ക് ഇടിയപ്പമാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു ഗോബി മഞ്ചൂരി ഉണ്ടാക്കാമെന്ന്. അതിന് വേണ്ടി സോയാ സോസ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പഞ്ചസാര എടുത്ത് ഞാൻ മെൽറ്റ് ചെയ്യാനായിട്ട് കുക്ക് ചെയ്യണം. അത് നന്നായിട്ടൊന്ന് ഒരു കളറ് മാറി വന്ന് ഒരു ബ്രൗൺ കളറാവണ വരെ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വേണം നമ്മൾ അതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട് കേട്ടോ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഞ്ചസാരയാണല്ലോ മെൽറ്റാക്കി എടുത്തേ, അത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. 1 ടീസ്പൂൺ വിനാഗിരി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സോയാ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗോബി മഞ്ചൂരി ഉണ്ടാക്കാൻ വേണ്ടി കോളിഫ്ലവർ പൊരിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ കടലമാവും 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുക്കുന്നുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ക്രിസ്പി ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ്. അതിനുശേഷം കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കട്ട പിടിക്കാത്ത രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കുറച്ച് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ തയ്യാറാക്കുന്ന ബാറ്റർ നല്ല കറക്റ്റായിരിക്കണം, കട്ട പിടിക്കാണ്ടൊക്കെ എടുക്കേണ്ടതാണ്. കോളിഫ്ലവർ മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വേവിച്ച് ചേർന്നു. അത് നമുക്ക് ഈ ബാറ്ററിലിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം
ഒരു 15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞാൽ അതൊന്ന് പൊരിച്ചെടുക്കുക. നമ്മൾ ഓയിൽ ചൂടാകുമ്പോൾ നന്നായി ചൂടാവാനും പാടില്ല, നന്നായി ചൂട് കുറയാനും പാടില്ല. എന്താണെന്ന് വെച്ചാൽ നന്നായി ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ കുടിക്കും. അപ്പോൾ അതിൽ നല്ലത് മീഡിയത്തിൽ നമ്മളെപ്പോഴും ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ കോളിഫ്ലവറും പൊരിച്ചെടുക്കട്ടെ കേട്ടോ. ഇനി ഒരു പാൻ ചൂടായ ശേഷം അതിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചെറുതായി കട്ട് ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ലേശം വലുതായിട്ടാണ് അരിഞ്ഞേക്കണേ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് എരിവിന് നമ്മുടെ സ്പൈസ് എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള മുളകും ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായി വാടുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. അതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് ചില്ലി സോസ് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാനത് ആഡ് ചെയ്തിട്ടില്ല. ഇനി ഇത് കുറച്ച് നേരം ഇങ്ങനെ വഴറ്റി കൊടുക്കുക. വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ മധുരത്തിന് വേണ്ടി അതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുക. അതുപോലെ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആവശ്യത്തിന്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് എത്രത്തോളം ചാറ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് അത് വറ്റിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഗോബി മഞ്ചൂരി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള നേരമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും ബൈ.